നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ കൃഷി വ്യവസായ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇത്തവണത്തെ ബജറ്റിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. UDF സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ. ഇന്ത്യ 7.3% വളർച്ച കൈവരിക്കുമെന്ന് മൂഡീസ്. ഇൻഷുറൻസ് മേഖല കുതിക്കുമെന്നും റിപ്പോർട്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് ക്രിസിൽ. പണപ്പെരുപ്പം മിതമായ വർധനവാണ് രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നേറുന്നു. 2030 ആകുമ്പോഴേക്കും ഇടത്തരക്കാരുടെ വരുമാനത്തിൽ വൻ വർധനയുണ്ടാകുമെന്ന് SBI റിപ്പോർട്ട്. ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രവർത്തന ചെലവിൽ വൻ വർധന. പുതിയ തൊഴിൽ നിയമം നടപ്പിലാക്കിയതോടെയാണ് ചെലവ് കൂടിയത്. വിശദമായ വാർത്തകൾ നോക്കാം. കൃഷി വ്യവസായ മേഖലകൾക്ക് ഇത്തവണത്തെ ബജറ്റിലും പ്രാമുഖ്യം നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കമെന്ന് ധനമന്ത്രി മൈഫിൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിജി തോമസിനോട് പറഞ്ഞു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മൈഫിൻ TVയോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പുതിയ ബജറ്റ് വരികയാണ്. ഒരു വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന ഒരു പ്രാമുഖ്യം എങ്ങനെയായിരിക്കും? വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രാമുഖ്യമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റുകളിലും സമീപനങ്ങളിലും വരുന്നത്. തീർച്ചയായിട്ടും വ്യവസായ മേഖലയ്ക്ക് നല്ല പ്രാധാന്യമുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഒരു മുഴുവൻ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു മുഴുവൻ ബജറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എപ്പോഴും ഒരു വർഷത്തേക്കാണല്ലോ. തീർച്ചയായും സമയം അനുസരിച്ചിട്ടായിരിക്കും ചെയ്യുക. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമാകുമ്പോൾ അതിന്റെ ഫുൾ ടൈം ഒന്നും കിട്ടാൻ ചിലപ്പോൾ സാധ്യതയില്ല. അത് അന്നേരം നോക്കുന്നതാണ് ബഡ്ജറ്റ്. പക്ഷേ എപ്പോഴും ഒരു വർഷത്തേക്കുള്ള കാഴ്ചപ്പാടുകൾ വെക്കുക ചെയ്യും. എന്തൊക്കെ കൃഷി വ്യവസായം, എന്തൊക്കെ IT, ഏതൊക്കെ മേഖലകളെ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കാം? ഇതെല്ലാം നമുക്ക് നല്ല പ്രോത്സാഹനമുള്ള ഏരിയകൾ തന്നെയാണ്. എന്തൊക്കെയാണെന്നുള്ള ബഡ്ജറ്റിൽ പറയാൻ പറ്റും. തീർച്ചയായും സസ്പെൻസ് ആണ്. എന്നാലും ഒരു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമോ? ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നല്ല ഊന്നൽ നൽകും. കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ പുതിയ സാധ്യതകൾ നന്നായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാധാന്യം കാണും. കൃഷിക്ക് നല്ല പ്രൊമോഷൻ, ഇതൊക്കെ സാധാരണ. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 വരുന്നതാണ്. പ്രതീക്ഷയുണ്ടോ കേരളത്തിന്? എപ്പോഴും നല്ല പ്രതീക്ഷ നമ്മൾ സൂക്ഷിക്കണമല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വരുന്നതെന്ന് നോക്കണം. അപ്പൊ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പരാതി എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും നന്നായില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പല സാമ്പത്തിക കാര്യങ്ങളും നയങ്ങളും സാധാരണ എക്കണോമിയെ ചലിപ്പിക്കുന്നതല്ല. അതിപ്പോൾ ഇൻഡസ്ട്രീസിന് ആ പ്രശ്നം അറിയാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളത് നിർത്തലാക്കി എന്നുള്ളത് നാട്ടിലേക്ക് പോകുന്ന വലിയ തോതിലുള്ള ഫണ്ടിന്റെ പമ്പിങ് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വ്യവസായത്തെ ബാധിക്കും. ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ നല്ലൊരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. MP-മാരുടെ കേരളത്തിൽ നിന്ന് MP-മാരെല്ലാം ഈ കാര്യം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് തീരുമാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ശുഭപ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. റെയിൽവേ ബജറ്റ് ഒന്നിച്ചിരിക്കുകയാണ്. കേരളത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എയിംസ് പോലെയുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ അവർ ഇറങ്ങുന്നതെന്ന് നമുക്ക് അറിയില്ല. ഞാൻ അറിയിക്കോട്ടെ. ഓക്കെ. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നു കേരളത്തിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റായിരിക്കും ഇതെന്ന് പറയുന്നു. വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും. എന്തായാലും കേന്ദ്രത്തിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന തരത്തിലുള്ള ഒരു സൂചന അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഫിജി തോമസ്, മൈഫിൻ TV, കൊച്ചി. ഇത്തവണത്തെ ബജറ്റിന് യാതൊരു പ്രസക്തിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബജറ്റ് പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാവില്ല. അടുത്ത UDF സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മൈഫിൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിജി തോമസിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ മൈഫിൻ TVയോടൊപ്പം ചേരുന്നു. സർ, ഇപ്പോൾ വരാനിരിക്കുന്ന ബജറ്റ്, സംസ്ഥാന ബജറ്റ് വരാനിരിക്കുകയാണ്. അപ്പോൾ വ്യവസായ കാർഷിക മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള ഒരു ഊന്നൽ പരിഗണന നൽകണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ ബജറ്റിൽ കാര്യമില്ല. കാരണം ഈ ബജറ്റ് നടപ്പാക്കാൻ വേറെ ഗവൺമെൻറ്റാണ് പോകുന്നത്. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പുതിയ ബഡ്ജറ്റ് വരും. ഈ ബഡ്ജറ്റ് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ നടത്താനുള്ള ബഡ്ജറ്റാണ്. പിന്നെ ഒരു ബഡ്ജറ്റ് വരും. 2026 ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് വരും. ആ ബഡ്ജറ്റ് വ്യവസായ മേഖലയ്ക്കും കാർഷിക മേഖലയിലും ഉണ്ടായിരിക്കുന്ന തളർച്ചയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ടാവും. അതിൽ MSMEകളെയൊക്കെ പ്രത്യേകം സഹായിക്കാൻ വേണ്ടിയിട്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ വലിയ തളർച്ചയുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. എന്തായാലും ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് എന്തായാലും ഒരു ഫുൾ ബജറ്റ് തന്നെയായിരിക്കും, ഒരു അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് എന്നാണ് തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അത് കാര്യമില്ല. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ ബഡ്ജറ്റ് ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്, എന്തായാലും അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വോട്ട് തന്ത്രമാകുമോ ബജറ്റ്?
അല്ല, ഈ ബജറ്റിന് ഒരു റെലവൻസ് ഇല്ല. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പായുള്ള ബജറ്റ് സാധാരണ അതൊരു ഓട്ടോൺ അക്കൗണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ തീർക്കൽ മാത്രമാണ്. ശരിക്കുള്ള ബജറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബജറ്റ്, അതൊരു ഗംഭീര ബജറ്റായിരിക്കും. ഈ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്ക് എത്തുമ്പോൾ സർക്കാർ ക്ഷേമത്തിലും വികസന പ്രവർത്തനങ്ങളിലും എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ് കുറെ നാളായിട്ടുള്ള സ്ഥിരം പരിപാടി. ബജറ്റിൽ പ്രഖ്യാപിക്കുക, ഉദാഹരണമായിട്ട് ഇപ്പൊ കോസ്റ്റൽ ഏരിയയിൽ 12,000 കോടി രൂപയുടെ പരിപാടി പ്രഖ്യാപിച്ചു കോസ്റ്റൽ ഏരിയയിൽ. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചു അസംബ്ലിയിൽ, എത്ര രൂപ ചെലവാക്കി? ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. ഇപ്പൊ കാർഷിക മേഖലയിൽ ഇടുക്കി പാക്കേജ് 5,000 കോടി ചെലവാക്കി, അല്ല 5,000 കോടി പ്രഖ്യാപിച്ചു. എഴുതി ചോദിച്ചു എത്ര രൂപ ചെലവാക്കി? ഒന്നും ചെലവാക്കിയില്ല. അപ്പൊ കടലാസിലാണ് 5,000 കോടിയും 12,000 കോടി. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ട്. നമുക്ക് പെർഫോമൻസ് ഓഡിറ്റിംഗ് വേണം. നമ്മളൊരു 1,000 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തണം. ഈ 1,000 കോടി ഈ പദ്ധതി എങ്ങനെ ചെലവാക്കി, എങ്ങനെ പ്രയോജനപ്പെട്ടു? നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണ്. അതിന് ആ പണം എങ്ങനെ ചെലവഴിച്ചു എന്ന് ജനങ്ങൾ അറിയാനുള്ള ഒരു സിസ്റ്റം വേണം. ഇപ്പൊ കേരളത്തിൽ എന്താണ്, 50 കോടി രൂപയുടെ ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു. 3 കൊല്ലം കൊണ്ട് തീർക്കണം. 10 കൊല്ലം കൊണ്ട് തീരൂല. 10 കൊല്ലം കഴിയുമ്പോൾ 50 കോടി രൂപയുടെ പരിപാടി 500 കോടിയാവും. സർക്കാർ നാട്ടുകാർ കൊടുക്കുന്ന ടാക്സ് പോവും. അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇപ്പൊ ഇവരൊക്കെ പ്രൈവറ്റ് ആളുകളാണ്. ഇവരുടെ സ്ഥാപനത്തിൽ ഇവരൊരു താഴെയുള്ള മാനേജറോട് പറയാണ് 3 മാസത്തിനകം ഈ പരിപാടി പൂർത്തിയാക്കണം. പുതിയ ഒരു സ്റ്റോളോ എന്തെങ്കിലും ഒരു പുതിയ സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെഷീൻ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയാണ്. 3 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നില്ല, 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നില്ല. അവനെ വെച്ചോണ്ടിരിക്കുക. അവരപ്പൊ പുറത്താക്കി കൊള്ളാവുന്നവനെ വയ്ക്കും. ഗവൺമെന്റിലോ 3 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം. 3 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാവില്ല. അവന് അപ്പോഴും അവിടെ ഇരിക്കാം. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യും. ഓക്കെ, ഒറ്റ ചോദ്യം കൂടി ലാസ്റ്റ്. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 വരുന്നു. നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടിയാലായി എന്നുള്ളതാണോ? കേരളത്തിന് പ്രത്യേകമായി എംസ് പോലെയുള്ള ആവശ്യങ്ങളുണ്ട്. എന്തെങ്കിലും കേരളം പ്രതീക്ഷിക്കേണ്ടതുണ്ട്? എംസ് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയർ നമുക്ക് വേണം. ഞങ്ങൾ ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിൽ ഗവൺമെന്റ് അവതരിപ്പിച്ചതിനേക്കാൾ നന്നായിട്ടൊരു പ്രസന്റേഷൻ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന് 3.5% ഷെയർ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ 1.92 ആണ് കിട്ടുന്നത്. അത് പഴയ നിലയിലേക്ക് എത്തിച്ചാൽ കേരളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഓക്കെ സാർ, വളരെ നന്ദി മൈഫിൻ ടിവിയോട് സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മൈഫിൻ ടിവിയോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഈ സംസ്ഥാന ബജറ്റ് വരാനിരിക്കുന്നു 29-ാം തീയതി. ഈ സംസ്ഥാന ബജറ്റ് വരുമ്പോൾ അതിൽ കാര്യമായൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ബജറ്റ് സർക്കാർ അവതരിപ്പിക്കുന്നു, അത് നടപ്പാക്കാൻ കഴിയാതെ പോകും സംസ്ഥാന സർക്കാരിന്. കാരണം അടുത്ത സർക്കാർ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന് കാര്യമാത്ര പ്രസക്തി ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിനുമായി പ്രത്യേകമായി പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇതൊന്നും വേണ്ട വിധം കേരളത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തവണയും അതിൽ നിന്ന് കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മൈഫിൻ ടിവിയോട് പറഞ്ഞത്. ഫിജി തോമസ്, മൈഫിൻ TV, കൊച്ചി. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യ 7.3% വളർച്ച കൈവരിക്കുമെന്ന് മൂഡീസ്. ഇൻഷുറൻസ് മേഖല കുതിക്കുമെന്നും റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.3% വളർച്ച കൈവരിക്കുമെന്ന് മൂഡീസ് റേറ്റിംഗ്സ്. ശക്തമായ സാമ്പത്തിക വളർച്ച കുടുംബ വരുമാനത്തെ പിന്തുണയ്ക്കും. ഇത് ഇൻഷുറൻസ് പരീക്ഷയ്ക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുമെന്നും റേറ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. ശക്തമായ സാമ്പത്തിക വളർച്ച, ഡിജിറ്റലൈസേഷൻ, നികുതി മാറ്റങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് വ്യവസായം നേട്ടമുണ്ടാക്കുമെന്ന് മൂഡീസ് പറഞ്ഞു. ഈ വർധനവ് വ്യവസായത്തിന്റെ ലാഭക്ഷമത മെച്ചപ്പെടുത്തും. 2024-2025 സാമ്പത്തിക വർഷത്തിൽ പ്രതിശീർഷ GDP വാർഷികാടിസ്ഥാനത്തിൽ 8.2% വർദ്ധിച്ച് $11,176 ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച 2025-2026 ആദ്യ 8 മാസങ്ങളിൽ മൊത്തം ഇൻഷുറൻസ് പ്രീമിയം വരുമാനത്തിൽ 17% വർധനവിന് കാരണമായതായി മൂഡീസ് പറഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ 14% വർദ്ധിച്ചു. പ്രീമിയം വരുമാനത്തിലെ വർധനവ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതാ അവബോധത്തെ പ്രതിഫലിപ്പിക്കുന്നതായി മൂഡീസ് പറഞ്ഞു. സർക്കാർ ഉടമസ്ഥയിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ലാഭക്ഷമത മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് ഇൻഷുറൻസ് വിപണിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നിക്ഷേപത്തിന്റെ പരിധി 74% നിന്ന് 100% ഉയർത്തുന്നത് അവർക്ക് അധിക സാമ്പത്തിക നേട്ടം നൽകുമെന്നും മൂഡീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് ക്രിസിൽ. പണപ്പെരുപ്പം മിതമായ വർധനവ് രേഖപ്പെടുത്തിയതിനാലാണ് ഈ തീരുമാനം. ഫെബ്രുവരി 4 മുതൽ 6 വരെയാണ് അടുത്ത പണനയ അവലോകന യോഗം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണപ്പെരുപ്പം മിതമായ വർധനവ് കാണിക്കുന്നതിനാലാണ് ഈ തീരുമാനം. ശക്തമായ വളർച്ചാ പ്രവചനങ്ങളോടെ സാമ്പത്തിക വീക്ഷണം പോസിറ്റീവായി തുടരുന്നു. 2026 ഫെബ്രുവരി 4 മുതൽ 6 വരെ നടക്കാനിരിക്കുന്ന പണനയ അവലോകന യോഗത്തിൽ പ്രധാന പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയേക്കുമെന്ന് ക്രിസിൽ പറയുന്നു. ഡിസംബറിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ
റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് 5.25% ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം നവംബറിൽ 0.71% നിന്ന് ഡിസംബറിൽ 1.33% ഉയർന്നു. ഇത് മിതമായ വർധനവിനെ അടയാളപ്പെടുത്തുന്നു. RBIയുടെ ലക്ഷ്യപരിധിയായ 4% താഴെയായിരുന്നു ഇത്. ഇന്ത്യയിലെ നിലവിലെ മാക്രോ ഇക്കണോമിക് അവസ്ഥ ഉയർന്ന സാമ്പത്തിക വളർച്ചയും അസാധാരണമാമിതം കുറഞ്ഞ പണപ്പെരുപ്പവും അടയാളപ്പെടുത്തുന്നു. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ റിപ്പോർട്ട് ചെയ്ത ശക്തമായ വളർച്ച കണക്കിലെടുത്ത് RBI മുഴുവൻ വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 0.5% വർദ്ധിപ്പിച്ച് 7.3% ഉയർത്തി. ഈ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച 7.4% എന്ന ആദ്യ എസ്റ്റിമേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം 6.7% മാത്രമായിരിക്കുമെന്ന് ക്രിസിൽ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നേറുന്നു. 2030 ആകുമ്പോഴേക്കും ഇടത്തരക്കാരുടെ വരുമാനത്തിൽ വൻ വർധന ഉണ്ടാകുമെന്ന് SBI റിപ്പോർട്ട്. നിലവിലെ ലോവർ മിഡിൽ ഇൻകം എന്ന പദവിയിൽ നിന്ന് അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യ അപ്പർ മിഡിൽ ഇൻകം വിഭാഗത്തിലേക്ക് മാറുമെന്നാണ് SBIയുടെ ഗവേഷണ റിപ്പോർട്ട്. 2030 ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം $4,000 തുടർന്ന് അപ്പർ മിഡിൽ ഇൻകം എന്ന പദവിയിലേക്ക് മാറും. നിലവിലെ വർഗീകരണത്തിൽ ചൈനയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഒപ്പം ചേരുമെന്നും റിപ്പോർട്ട് പറയുന്നു. താഴ്ന്ന വരുമാനമുള്ള രാജ്യത്ത് നിന്ന് 2007 താഴ്ന്ന ഇടത്തരം വരുമാനത്തിലേക്ക് മാറാൻ ഇന്ത്യ 60 വർഷമെടുത്തു. മൊത്തം ദേശീയ വരുമാനം 1962 $90 നിന്ന് 2007 $910 വർദ്ധിച്ചു. 5.3% CAGR രേഖപ്പെടുത്തി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 60 വർഷം കൊണ്ടാണ് ദേശീയ വരുമാനം $1 ട്രില്യൺ പിന്നീട് 2014 $2 ട്രില്യൺ എത്തിയത്. 2021 $3 ട്രില്യൺ 2025 ഇന്ത്യ $4 ട്രില്യൺ നേടിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ നേടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. 2019 $2,000 പ്രതിശീർഷ വരുമാനത്തിലെത്തി. 2026 ഇത് $3,000 പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രവർത്തന ചെലവിൽ വൻ വർധന. പുതിയ തൊഴിൽ നിയമം നടപ്പിലാക്കിയതോടെയാണ് ചെലവ് കൂടിയത്. പുതിയ തൊഴിൽ നിയമം നിലവിൽ വന്നതോടെ സ്വകാര്യ മേഖലയിലെ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രവർത്തന ചെലവിൽ വൻ വർധനവുണ്ടാക്കിയതായി റിപ്പോർട്ട്. 2025-26 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ പല പ്രമുഖ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ചെലവിൽ വലിയ വർധന രേഖപ്പെടുത്തി. ശമ്പള ഘടനയിലുണ്ടായ മാറ്റങ്ങളും ഗ്രാറ്റുവിറ്റി പെൻഷൻ ഫണ്ടുകളിലേക്കുള്ള ഉയർന്ന വിഹിതവുമാണ് ഇതിന് കാരണം. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയുണ്ടായി. പൊതുമേഖലാ ബാങ്കുകളെ ഇത് കാര്യമായി ബാധിച്ചില്ല. HDFC ബാങ്കിന്റെ പ്രവർത്തന ചെലവ് 2ാം പാദത്തിലെ 17,110 കോടിയിൽ നിന്ന് 3ാം പാദത്തിൽ 18,770 കോടിയായി ഉയർന്നു. 800 കോടിയുടെ അധിക ബാധ്യതയാണ് HDFCക്കുണ്ടായത്. ICICI ബാങ്ക് 2026 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ ലാഭനഷ്ട കണക്കിൽ 145 കോടി രൂപ അധികമായി കണക്കാക്കി. യെസ് ബാങ്കിന് ചെലവിനത്തിൽ 155 കോടിയുടെ നഷ്ടമുണ്ടായതായും ഫെഡറൽ ബാങ്ക് 20.8 കോടിയുടെ കരുതൽ ധനസഹായം നൽകിയതായും RBL ബാങ്കിന് 32 കോടിയുടെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കുകളെപ്പോലെ തന്നെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കായി അധിക തുക നീക്കിവച്ചിട്ടുണ്ട്. HDFC ലൈഫ് ഇൻഷുറൻസ് 106.02 കോടി കൺസോളിഡേറ്റഡ് റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തി. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസിന് 53.06 കോടിയും ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിന് 11.04 കോടിയുമാണ് പ്രവർത്തന ചെലവ്. പുതിയ നിയമപ്രകാരം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം മൊത്തം ശമ്പളത്തിന് നിശ്ചിത ശതമാനമായിരിക്കണം. ഇത് മറ്റ് അലവൻസുകളിൽ മാറ്റം വരുത്തുന്നതിനും അടിസ്ഥാന ശമ്പളം ഉയർത്തുന്നതിനും കാരണമാകുന്നു. ഗ്രാറ്റുവിറ്റി, പെൻഷൻ ഫണ്ടുകൾ എന്നിവയിലേക്ക് തൊഴിലുടമ നൽകേണ്ട വിഹിതവും ആനുപാതികമായി വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 324 പോയിന്റ് താഴ്ന്ന് 83,246 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 108 പോയിന്റ് താഴ്ന്ന് 25,585 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതായത് ഗ്ലോബൽ ക്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയല്ല നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് US ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗ്രീൻലാൻഡിലേക്കുള്ള അധിനിവേശത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് അതിന് എതിരെ നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ 10% താരിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സമവായത്തിലേക്ക് US എത്തിയിട്ടില്ലെങ്കിൽ അത് 25% വരെ വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ പ്രധാന
പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ തന്നെ ഒരു പാദഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വിപ്രോ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗൈഡൻസിൽ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട മെട്രിക്കുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവ്, കൂടാതെ FISൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന സെല്ലിംഗ് ഒക്കെ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോൺ ക്രിയേറ്റ് ചെയ്ത ഒരു എടുത്തു നിന്ന് തന്നെയാണ് ഇന്നത്തെ വിപണി ആരംഭിച്ചത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിപണി ഒരു ആഫ്റ്റർനൂൺ സെഷന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു റിക്കവറിക്കുള്ള ഒരു സൂചന നൽകി. എന്നാൽ അവസാനം ഫോം ചെയ്തിരിക്കുന്ന ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ രണ്ട് ക്യാൻഡിലുകളും വലിയ രീതിയിലുള്ളൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 42% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,585 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി നിന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ് ബിസിനസ് ഡെസ്കിൽ നിന്നും. കേരള വാർത്തകൾ നോക്കാം. പുതിയ സംരംഭങ്ങൾക്ക് 15 കോടി രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സ്റ്റാർട്ടപ്പുകൾക്ക് 2 കോടി രൂപ വരെ വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെ 5% പലിശയ്ക്ക് കടം കൊടുക്കും. 10 കോടി രൂപ വരെ 15 കോടി വരെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചെറിയ പലിശയ്ക്ക്, അതും സാധാരണ മാർക്കറ്റ് റേറ്റിനേക്കാൾ 2-3% കുറച്ചു കൊടുക്കും. ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് ടൂറിസം. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ സാധ്യത ഹെൽത്ത് ഹബ്ബാക്കാം. ഹെൽത്തിൻ്റെ മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലും കേരളത്തിൽ വലിയ സാധ്യതയുണ്ട്. ഈ 2 മേഖലയെ കൂടുതൽ നിക്ഷേപമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു 50 കോടി രൂപ വരെയുള്ള വലിയ കൺവെൻഷൻ സെൻറ്ററും മറ്റുമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ സ്ഥിരമായ കൺവെൻഷൻ സെൻറ്ററൊക്കെ വേണം. അതിന് 50 കോടി രൂപ വരെ പലിശ കുറച്ച് കൊടുക്കും. അതിപ്പോൾ 2%, മാർക്കറ്റിനേക്കാൾ 2% പലിശ കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് യുവർ ഓഫീസ് ഒരു സ്കീം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഡസ്ട്രി ഉണ്ട്, ചെറിയൊരു പാർക്കുണ്ട്, IT പാർക്കുണ്ട്. വീടിനടുത്ത് തന്നെ 10 കോടി രൂപ വരെ ചെയ്യണമെങ്കിൽ, നിങ്ങൾ സ്വകാര്യ പാർക്കൊന്നും പോകണ്ട, 10 കോടി രൂപ വരെ ചെയ്യണമെങ്കിൽ 6% പലിശയ്ക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംരംഭകരെ സർക്കാർ സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ സംരംഭകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പല സെക്ടറുകളാണ് ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ പല സെക്ടറിനും ചില സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരും. മാർക്കറ്റിൽ പ്രശ്നം വരും, അല്ലേ? മാനുഫാക്ചറിങ് ഇഷ്യൂ വരും, ചിലപ്പോൾ എലക്ട്രിസിറ്റി ഇഷ്യൂ വരും, ചില ക്രൈസിസ് ചില സെക്ടറിന് വരും. ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സെക്ടറിന് ഒരു വിഷമം വന്നാൽ സർക്കാർ അതിനെ താങ്ങി നിൽക്കണം. ആ സമയത്ത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിയായിട്ട് വെന്റിലേറ്റ്, അല്ലേ? ആ സമയത്ത് പിടിച്ചു നിർത്താൻ. ആ സമയത്ത് ആ ക്രൈസിസ് ഒരു ബിസിനസ് ഫേസ് ചെയ്യും. ആ ക്രൈസിസിനെ പിടിച്ചു നിർത്താനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. ചിലപ്പോൾ പറഞ്ഞ 1 കൊല്ലത്തേക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട, വേണ്ടിവരും. എന്താ കാര്യം? എങ്ങനെ നോക്കിക്കണ്ടാലാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ വ്യവസായം നടത്തുന്നവരും ബിസിനസ് നടത്തുന്നവരും ജെനുവിൻ ടാക്സ് പെയർ ആയിട്ട് കാണണം. സർക്കാരിൻ്റെ വരുമാനം ഖജനാവ് നിറയ്ക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെ ശത്രുക്കളായിട്ടല്ല കാണേണ്ടത്, ബന്ധുക്കളായിട്ടാണ് കാണേണ്ടത്. നിങ്ങൾ തകർന്നാൽ ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്വാർത്ഥതയാണ്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ എൻ്റെ സ്വാർത്ഥതയാണ്. എന്താണ്? നിങ്ങൾക്കൊരു ക്ഷീണം പറ്റിയ അതിൻ്റെ ക്ഷീണം ആർക്കാ? ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിലേക്കുള്ള വരുമാനമാണ് കുറയുന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 225 രൂപയും പവന് 1800 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,405 രൂപയും പവന് 1,07,240 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 185 രൂപ കൂടി 11,020 രൂപയായി. വെള്ളിവിലയിലും വർധനയുണ്ട്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 305 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ കൃഷി വ്യവസായ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇത്തവണത്തെ ബജറ്റിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. UDF സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്നും VD സതീശൻ. ഇന്ത്യ 7.3% വളർച്ച കൈവരിക്കുമെന്നും മൂഡീസ്. ഇൻഷുറൻസ് മേഖല കുതിക്കുമെന്നും റിപ്പോർട്ട്.
റിസർവ് ബാങ്ക് പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് ക്രിസിൽ. പണപ്പെരുപ്പം മിതമായ വർധനവാണ് രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നേറുന്നു. 2030 ആകുമ്പോഴേക്കും ഇടത്തരക്കാരുടെ വരുമാനത്തിൽ വൻ വർധന ഉണ്ടാകുമെന്ന് SBI റിപ്പോർട്ട്. ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രവർത്തന ചെലവിൽ വൻ വർധന. പുതിയ തൊഴിൽ നിയമം നടപ്പിലാക്കിയതോടെയാണ് ചെലവ് കൂടിയത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.